السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ആദാബുൽ ആശറ എന്നാൽ 10 ഇസ്ലാമിക മര്യാദകൾ എന്നാണ് അർത്ഥം. കഴിഞ്ഞ ദർസിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പഠിച്ചത്, അദബുസ്സലാം, സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട മര്യാദ. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അതിമഹത്തായ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഏതൊരു കാര്യത്തിനും ഈ മഹത്തായ ദീനിൽ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദീൻ എന്നാൽ മര്യാദയാണ്. അദബ് അതില്ലാതെ ദീനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് 10 കാര്യങ്ങളായി ഈ കൊച്ചു കൃതിയിൽ ഉള്ളത്. അദബുസ്സലാം എന്നത്, അതുമായി ബന്ധപ്പെട്ട മസായിലുകൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. ഒരാൾ ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ തിരിച്ച് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. ഇനി രണ്ടാമത്തെ മര്യാദയായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞത് അദബുൽ ഇസ്തിഇദാൻ. അദബുൽ ഇസ്തിഇദാൻ അഥവാ സമ്മതം ചോദിക്കലുമായി ബന്ധപ്പെട്ട മര്യാദ. അദ്ദേഹം പറഞ്ഞു, ഇദാ അറദ്ത അദ്ദുഖൂല അലാ അഹദിൻ ഫസ്തഇദിൻ واقفا عن يمين الباب أو يساره فإن أذن لك دخلت وإن قيل لك ارجع فارجع. إذا أردت الدخول على أحد, നീ ഒരാളുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദിൻ, അയാളോട് സമ്മതം ചോദിക്കുക. എങ്ങനെയാണ് സമ്മതം ചോദിക്കേണ്ടത്? വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹി, ഒന്നല്ലെങ്കിൽ വാതിലിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഇടതുഭാഗത്ത് നിന്നുകൊണ്ട്. ഫഇൻ അദിന ലക, നിനക്ക് അയാൾ സമ്മതം നൽകിയാൽ ദഖൽത, നീ പ്രവേശിക്കുക. വഇൻ ഖീല ലക, ഇനി നിന്നോട് പറയപ്പെടുകയാണ് ഇർജ, തിരിച്ചു പോകൂ, ഫർജ, നീ തിരിച്ചു പോവുക. ഇത് സഹോദരങ്ങളെ വളരെ മഹത്തരമായ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. 4 മസ്അലകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇദാ അറദ്ത അദ്ദുഖൂൽ, നീ ഒരാളുടെ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുക്കലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദിൻ, സമ്മതം ചോദിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂതൻ,
ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടേതല്ലാത്ത മറ്റുള്ള വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസൂ, അവരോട് സമ്മതം ചോദിച്ചിട്ടല്ലാതെ. വതുസല്ലിമു അലാ അഹ്ലിഹ, ആ വീട്ടുകാർക്ക് സലാം പറഞ്ഞുകൊണ്ടല്ലാതെ. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഏതെങ്കിലും വീട്ടിലേക്ക് അഥവാ നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രവേശിക്കുന്നതിന് മുന്നേ സമ്മതം ചോദിക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഒരു പതിവ് ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ചില തഫ്സീറുകളിൽ കാണാം, ആളുകൾ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറും. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളാണ്. അത് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു. അവരവരുടെ സ്വകാര്യത നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാണ് ആളുകൾ പലപ്പോഴും വീട്ടിലേക്ക് ഇടിച്ചു കയറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഏറ്റവും നല്ല ഒരു മര്യാദയായി സൂറത്തു നൂറിൽ അവതരിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് സമ്മതം ചോദിച്ചുകൊണ്ടല്ലാതെ പ്രവേശിക്കരുത്. വളരെ മനോഹരമായൊരു മര്യാദയാണ് ഇത്. സഹോദരങ്ങളെ, പലപ്പോഴും പാലിക്കപ്പെടാത്ത അവസ്ഥകൾ നമുക്ക് കാണാം. ചില ആളുകൾ വീടുകളിലേക്ക് നേരെ അകത്തേക്ക് സെൻട്രൽ ഹാളിലേക്ക് കയറി അവിടെ നിന്നാണ് പലപ്പോഴും സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ നെട്ടിപ്പോകും, ഇതാരാണ് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. കുടുംബക്കാരായിരിക്കാം, പക്ഷേ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കണം. ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് ഓരോരുത്തരുടെയും സ്വകാര്യത കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. കുടുംബക്കാരല്ലേ, സ്വന്തക്കാരല്ലേ എന്ന ന്യായമല്ല നമ്മളതിന് കാണേണ്ടത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു നിയമമാണ്, അത് നമ്മൾ പാലിക്കണം. ഷെയ്ഖ് തന്നെ വിശദീകരിച്ചതായി നമുക്ക് കാണാം. എപ്പോഴാണ് സമ്മതം ചോദിക്കേണ്ടത്? സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ മറക്കപ്പെടുന്ന, അടച്ചിടപ്പെടുന്ന, സ്വകാര്യമായി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് സമ്മതം ചോദിക്കേണ്ടത്. ഉദാഹരണത്തിന് വീട് എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടേതല്ലാത്ത മറ്റുള്ള വീടുകൾ എന്നത് അവരുടെ സ്വകാര്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ സ്ത്രീകളുണ്ടാകും, അതല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അവരവരുടെ സ്വകാര്യതയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിക്കുക എന്നത്, വീട് എന്നത് ഇതിൽ ഒന്നാമതായി വരും. പിന്നെ പൊതുവെ അടച്ചു കിടക്കുന്ന, അടക്കപ്പെടുന്ന ഓഫീസ് പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവിടെ സമ്മതം ചോദിച്ചുകൊണ്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. വീട് മാത്രമല്ല, പൊതുവെ അടച്ചിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊതുവെ നേരെ ആർക്കും കയറിപ്പോകാം എന്ന നിലക്ക് അല്ലാതെ സൂക്ഷിക്കപ്പെടുന്ന, അടച്ചു വെക്കപ്പെടുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നിയമം ബാധകമാണ്. ഇനി അതല്ലാത്ത പൊതുവെ തുറന്നു വെക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് കടകൾ പോലെ, അവിടെ കയറട്ടെ എന്ന് ചോദിക്കേണ്ടതില്ല. ആർക്കും ഏത് സമയത്തും എപ്പോഴും കയറാം, കയറിക്കോട്ടെ എന്ന് ചോദിക്കേണ്ടതില്ല. അതുപോലെ അങ്ങാടികൾ, അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ പൊതുവായി തുറന്നു വെക്കപ്പെടുന്ന സ്ഥലങ്ങൾ, മസ്ജിദ് പോലെ, ഈ സ്ഥലങ്ങളിലൊന്നും കയറട്ടെ എന്ന് ചോദിക്കേണ്ടതില്ല. അപ്പം എവിടെയാണ് സമ്മതം ചോദിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതല്ലാത്ത സ്ഥലങ്ങളും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒന്നാമത്തെ മസ്അല. ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സമ്മതം ചോദിച്ചുകൊണ്ട് കയറണം. അതിതാണ് അതിൻ്റെ മാനദണ്ഡം. പൊതുവെ അടച്ചു വെക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ചോദിക്കണം, അല്ലാത്ത സ്ഥലങ്ങളിൽ ചോദിക്കേണ്ടതില്ല. അതെത്രത്തോളം ഉലമാക്കൾ ചർച്ച ചെയ്തതായി കാണാം. മാതാപിതാക്കളുടെ റൂമിലേക്ക്
നമ്മുടെ സ്വന്തം ഉമ്മയും ഉപ്പയായിരിക്കും. അവരുടെ റൂമിലേക്ക് സമ്മതം ചോദിക്കണോ വേണ്ടയോ എന്ന് വരെ ചർച്ചയുണ്ട്. അതിൽ ഉലമാക്കൾ പറഞ്ഞത് പൊതുവേ അവർ അടച്ചു വെച്ചിട്ടാണോ കയറുമ്പോൾ മുട്ടണം. പൊതുവേ വാതിലടച്ച് കർട്ടനിട്ട് അങ്ങനെയാണ് അവർ അതിനകത്തിരിക്കാറുള്ളത് എങ്കിൽ സമ്മതം ചോദിക്കണം. അതല്ല, മക്കൾക്ക് ഏത് സമയത്തും കയറി വരുന്ന ഒരവസ്ഥയിലാണ് അവരുള്ളത് എങ്കിൽ നേരെ പോകാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൽ സ്വകാര്യത എന്നത് അതിനെത്ര പവിത്രത നൽകിയിട്ടുണ്ട്. ആർക്കും തോന്നിയതുപോലെ എവിടെയും ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും. ചിലപ്പോൾ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. എത്ര അടുത്ത സ്ഥലമായാലും, എത്ര പരിചയമുള്ള സ്ഥലമായാലും, എത്ര വലിയ കൂട്ടുകാരനായാലും, എത്ര വലിയ സ്വന്തക്കാരായാലും അവർ ചിലപ്പോൾ പല രൂപത്തിലായിരിക്കും വീട്ടിനകത്തുണ്ടാവുക. അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഈ സൂറത്തു നൂറിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. ഹാദിഹി ആദാബുൻ ശർഇയ്യത്തുൻ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് സമ്മതം ചോദിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത് എന്നു പറഞ്ഞ ഈ കൽപ്പന അള്ളാഹുവിൻ്റെ ശരീഅത്തിലെ ശർഇയ്യായ മര്യാദയിൽപ്പെട്ടതാണ്. അദ്ദബല്ലാഹു ബിഹാ ഇബാദഹുൽ മുഅ്മിനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അവൻ്റെ അടിമകളെ അതിലൂടെ മര്യാദ പഠിപ്പിക്കുകയാണ്. വദാലിക, എന്താണത്? ഫിൽ ഇസ്തിഇദാനി, സമ്മതം ചോദിക്കണം എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. ആ കൽപ്പന നമ്മൾ ധിക്കരിക്കരുത്. അമർ അല്ലാഹുൽ മുഅ്മിനീന അല്ലാ യദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ യസ്തഅനിസൂ, ഐ അഥവാ യസ്തഅദിനു ഖബ്ല ദുഖൂൽ, പ്രവേശിക്കുന്നതിന് മുന്നേ സമ്മതം ചോദിക്കണം. വയുസല്ലിമു ബഅദഹു, എന്നിട്ട് പ്രവേശിച്ചതിന് ശേഷം സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന ഇസ്ലാമിൻ്റെ അഭിവാദ്യം പറയണം. അതാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞത്. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹ, സമ്മതം ചോദിക്കുന്നത് വരേക്കും, ആ വീട്ടുകാർക്ക് സലാം പറയുന്നത് വരേക്കും നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് കയറിപ്പോകരുത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അതാണ് രണ്ടു കൂട്ടർക്കും ഏറ്റവും ഉത്തമം. രണ്ടു കൂട്ടർക്കും ഉത്തമം, നന്മ, നല്ലത് അതാണ്. കയറി ചെല്ലുന്നവർക്കും വീട്ടുകാർക്കും നല്ലത് അതാണ്. സമ്മതം ചോദിച്ചുകൊണ്ട് കയറിയാൽ കയറുന്നവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുക, ഇസ്ലാമിക മര്യാദ പാലിക്കുക എന്ന മാന്യത കാത്തു സൂക്ഷിക്കുക എന്ന കാര്യം കിട്ടും. വീട്ടുകാർക്കാണെങ്കിൽ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടാത്ത രൂപത്തിൽ, ഔറത്ത് വെളിപ്പെടാത്ത രൂപത്തിൽ അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സാധിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ മസ്അല, പ്രവേശിക്കുന്നതിന് മുന്നേ സമ്മതം ചോദിക്കുക. രണ്ടാമതായി ഷെയ്ഖു പറഞ്ഞു, വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹി, സമ്മതം ചോദിക്കേണ്ടത് എങ്ങനെയാണ്? വാഖിഫൻ അൻ യമീനിൽ ബാബ്, വീടിൻ്റെ വാതിലിൻ്റെ വലതുഭാഗത്ത്, ഒന്നല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് മാറി നിൽക്കുക, അതല്ലെങ്കിൽ ഔ യസാരിഹി, അതല്ലെങ്കിൽ ഇടതുഭാഗത്തേക്ക് മാറി നിൽക്കുക. ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യരുത്? വാതിലിൻ്റെ മുന്നിൽ പോയി നിൽക്കരുത്. ഒന്നല്ലെങ്കിൽ വലതുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത്, നേർക്ക് നേരെ പോയി നിൽക്കരുത്. ഇത് പലപ്പോഴും കാണുന്ന ഒരു രീതിയാണ്. ആളുകൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. ബെല്ലടിച്ചിട്ട് നേരെ നിൽക്കും. വാതിൽ തുറന്നാൽ ചില വീടുകളിൽ അടുക്കള വരെ കാണും. അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ വലതുഭാഗത്ത് അതല്ലെങ്കിൽ ഇടതുഭാഗത്ത് നിൽക്കേണ്ടതാണ്. കാരണം അല്ലാഹു തആല ഈ നിയമം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യത സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്, ഔറത്ത് മറക്കപ്പെടാൻ വേണ്ടിയാണ്. അതിനാണ് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞത്. അതാണ്
ശരിയായ മര്യാദയിൽപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബാബ ഖൗമിൻ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും അടുക്കൽ ചെന്നാൽ അവരുടെ വീടിൻ്റെ വാതിലിൻ്റെ നേർക്ക് നേരെ അവിടുന്ന് നിൽക്കുകയില്ല. വലാകിൻ മറിച്ച് മിൻ റുക്നിഹിൽ ഐമനി അവിൽ ഐസർ, ഒന്നല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് അതല്ലെങ്കിൽ ഇടതുഭാഗത്തേക്ക് മാറി നിൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊക്കു നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന് സ്വന്തത്തേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് കാണിക്കുന്ന മര്യാദയാണിത്. വയഖൂൽ, എന്നിട്ട് അവിടുന്ന് പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, എന്നിട്ട് അവരോട് സലാം പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. കാരണം സഹാബി പറയുകയാണ്, അന്ന് ആ കാലത്ത് വീടുകൾക്ക് നല്ല രൂപത്തിലുള്ള വാതിലുകൾ, മറകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മര്യാദ കാത്തു സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടോ ഇങ്ങോട്ടോ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മാറി നിൽക്കുമായിരുന്നു. മഹാനായ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ എന്ന താബിഈ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ തഖിഫു അലാ അബ്വാബിന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ വാതിലിന് മുന്നിൽ ചെന്ന് നിൽക്കരുത്. ജനങ്ങളുടെ വീട്ടിൻ്റെ വാതിലിന് മുന്നിൽ ചെന്ന് നിൽക്കരുത്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഡെലിവറി ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുകൊടുക്കാൻ പോകുന്ന അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബെല്ലടിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക, സലാം പറയുക. ഇനി സലാം പറയാൻ പറ്റാത്ത വീടുകളാണെങ്കിൽ, മുസ്ലിമീങ്ങളുടേതല്ലാത്ത വീടുകളാണെങ്കിൽ ഇന്ന ആളാണെന്ന് പറയുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നേർക്ക് നേരെ വാതിലിന് മുന്നിൽ പോയി നിൽക്കരുത്. അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അല. മൂന്നാമത്തെ മസ്അല എന്നത് ഫഇൻ അദിന ലക ദഖൽത, നിനക്ക് സമ്മതം കിട്ടിയാൽ നീ പ്രവേശിക്കുക. സമ്മതം കിട്ടുക എന്ന് പറഞ്ഞാൽ പൊതുവെ നാട്ടിൽ എന്താണോ ഒരാളോട് കയറിക്കോളൂ, പ്രവേശിച്ചോളൂ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്, അതാണ് അവിടെ ഉദ്ദേശം. അറബികളാണെങ്കിൽ ചിലപ്പോൾ തഫല്ലൽ അല്ലെങ്കിൽ തആൽ, നമ്മുടെ നാട്ടിൽ എന്താണോ ഉപയോഗിക്കാറുള്ളത് അത് ഉപയോഗിക്കുക. അതേതർത്ഥത്തിൽ കയറിക്കോളാൻ പറഞ്ഞാലും അതാണ് സമ്മതം. അപ്പോൾ ചില ആൾക്കാർ വാതിൽ തുറന്നു നോക്കും, കയറിക്കോന്ന് ചിലപ്പോൾ പറയൂല. അപ്പോൾ അത് പറയാൻ കാത്തു നിൽക്കണമെന്നില്ല. വന്ന് വാതിൽ തുറന്നിട്ട് വെക്കൽ തന്നെയാണ് കയറിക്കോ എന്ന് പറയുന്നതിൻ്റെ രൂപം. ചിലപ്പോൾ പറയും വരൂ, കയറൂ, ഇരിക്കൂ എന്നൊക്കെ പറയും. എന്താണോ പറയുന്നത് അതാണ് സമ്മതമായി പരിഗണിക്കേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. നാലാമത്തെ മസ്അല വഇൻ ഖീല ലക ഇർജി, ഇനി ചിലപ്പോൾ തിരിച്ചു പോവാൻ പറയുകയാണ്, അതല്ലെങ്കിൽ ഇവിടെ ആളില്ല എന്നു പറയുകയാണെന്ന് വിചാരിക്കുക. ഫർജ, തിരിച്ചു പോകണം. പിന്നെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൂടെ പോയി ആളുണ്ടോ, ഇപ്പുറത്തേക്ക് കൂടെ പോയി ജനൽ തുറന്നിട്ടിട്ടുണ്ടോ എന്നൊന്നും നോക്കരുത്. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്. ആളുകൾ പുരുഷന്മാരില്ലാത്തത് കാരണത്താൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ശബ്ദങ്ങളൊന്നും വരില്ല, മുണ്ടാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആൾ ഒരു നടത്തം ബാക്കോട്ട്, ഒരു നടത്തം ഇപ്പുറത്തോട്ട്, എന്നിട്ട് അടുക്കള ഭാഗത്ത് നോക്കും. ഇങ്ങനെ വീട് തവാഫ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. 3 തവണ വിളിച്ചു നോക്കുക, ഇല്ലേ തിരിച്ചു മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദന അഹദുകും സലാസൻ ഫലം യുഅദൻ ലഹു ഫല്യൻസരിഫ്, നിങ്ങളിൽ ഒരാൾ 3 തവണ സമ്മതം ചോദിച്ചു എന്ന് വിചാരിക്കുക. സമ്മതം കിട്ടിയിട്ടില്ല എങ്കിൽ ഫല്യൻസരിഫ്, അവൻ പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ. തിരിഞ്ഞു പോകണം, തിരിച്ചു പോകണം. പിന്നെ അവിടെ നിന്നിട്ട് ആലോചിക്കരുത്. പിന്നെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തരുത്. അത് ഒരു മര്യാദയാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കുകയുണ്ടായി. അസ്സലാമു അലൈക്കും. അപ്പോൾ അദ്ദേഹം അവിടുന്ന് സലാം മടക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ല.
വീണ്ടും സലാം പറഞ്ഞു. അദ്ദേഹം വീണ്ടും സലാം മടക്കി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു. വീണ്ടും അദ്ദേഹം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നടന്നു എന്നാണ്. തിരിച്ചു നടന്നപ്പോൾ ഇത് കണ്ട ഒരാൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, താങ്കൾ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മതം കൊടുക്കാതിരുന്നത്? അദ്ദേഹം ഓടിച്ചെന്ന് വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അകത്ത് നിന്ന് സലാം അടക്കുന്നുണ്ടായിരുന്നു, സമ്മതം പറയുന്നുണ്ടായിരുന്നു, അവിടുന്ന് കേൾക്കാഞ്ഞിട്ടാണ് എന്ന് കാണാം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയുടെ വീട്ടിലേക്ക് വന്നിട്ട് നേരെ കയറിയില്ല. സമ്മതം ചോദിച്ചു, 3 തവണ സമ്മതം ചോദിച്ചു, പിന്നെ വാതിൽ തുറന്ന് നോക്കിയിട്ടില്ല. അവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരങ്ങളെ, ഈ മര്യാദ നമ്മൾ ഗൗരവത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ്, ഒരു രീതിയാണ്. നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക്, അത്തരം സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ, പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിച്ചുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ആളില്ലാത്ത, മറുപടി കിട്ടാത്ത, സമ്മതം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ തിരിച്ച് മടങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 തവണ സമ്മതം ചോദിക്കാമെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി അവിടെ ഒരു മസ്അല പറയപ്പെട്ടു. ഒരു വീട്, നമ്മുടേതല്ലാത്ത ഒരു വീടാണ്. നമുക്കവിടെ കാര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അവിടെ ആളുകളില്ല, ആരുമില്ല, ആൾതാമസമില്ലാത്ത നമ്മുടേതല്ലാത്ത വീടാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെ സമ്മതം ചോദിക്കേണ്ടതില്ല, നമുക്ക് കയറി ചെല്ലാം. അള്ളാഹു പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും. നിങ്ങൾക്ക് വല്ല കാര്യവുമുള്ള, ആൾതാമസമില്ലാത്ത, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് സമ്മതമില്ലാതെ കയറി ചെല്ലുന്നത് വിരോധമില്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങളുടെ പുറമേക്കുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അറിയുന്നതാണ്. ഇപ്പോൾ നമ്മുടേതല്ലാത്ത വീടാണ്, ആൾതാമസമില്ല, നമുക്കവിടെ എന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണം. അപ്പോൾ അവിടെ ബെല്ലടിച്ചിട്ട് ആൾ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല, സമ്മതം കിട്ടാൻ കാത്തു നിൽക്കേണ്ടതില്ല. വീട്ടിലേക്ക് കയറി കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോകാം. അതൊരു മസ്അലയാണ്. ചിലപ്പോൾ നമ്മൾ സംശയം ഉണ്ടാവും, മറുപടി കിട്ടാത്ത വീട്ടിൽ എന്ത് ചെയ്യണം, മറുപടി കിട്ടാത്ത വീടുകളിൽ, അതല്ലെങ്കിൽ ആളില്ലാത്ത വീടുകളിൽ എന്തു ചെയ്യണം എന്നതിനുള്ള ഒരു മറുപടിയാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ മര്യാദ, അദബുൽ ഇസ്തിദാൻ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും വളരെ ചെറിയ കാര്യമല്ലേ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതല്ലേ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, എന്നാൽ പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന കാര്യവുമാണ്. അശ്രദ്ധയിലായി പോകുന്ന ആളുകൾക്കൊരു ഉണർത്തലും അറിയാത്തവർക്ക് അതൊരു പഠിച്ചെടുക്കലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസാലിസ്, മൂന്നാമത്തെ മര്യാദയായി ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തത് അദബു ത്വആം, ഭക്ഷണ മര്യാദയാണ്. അദ്ദേഹം പറഞ്ഞു, സമ്മില്ലാഹ ഫി ഇബ്തിദാഇ അക്ലിക വശുർബിക ഖായിലൻ ബിസ്മില്ലാഹ് വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക ഫഇദാ ഫറഗ്ത ഫൽഅഖ് അസാബിഅക വഖുലിൽ ഹംദുലില്ലാഹ്. സമ്മില്ലാഹ ഫി ഇബ്തിദാഇ അക്ലിക വശുർബിക. നീ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും, അഥവാ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും അതിൻ്റെ ആരംഭത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക. ഖായിലൻ ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം തിന്നലും കുടിക്കലും. വകുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് നീ ഭക്ഷിക്കുകയും ചെയ്യുക. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ തൊട്ടു മുന്നിൽ നിന്ന്, നിന്റെ അടുത്ത് നിന്ന് കഴിക്കുക. ഫഇദാ ഫറഗ്ത, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫൽഅഖ് അസാബിഅക, നിന്റെ വിരലുകൾ വൃത്തിയാക്കുക, നാവ് കൊണ്ട് വടിച്ചു വൃത്തിയാക്കുക. വഖുൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന്
പറയുകയും ചെയ്യുക. ഈ മര്യാദയുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് 6 മസ്അലകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ മസ്അല, സമ്മില്ലാഹ ഫി ഇബ്തിദാഇ അക്ലിക വശുർബിക. തിന്നലിൻ്റെയും കുടിക്കലിൻ്റെയും ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, അഥവാ ബിസ്മില്ലാഹ് എന്നാണ് പറയേണ്ടത്. ഇത് സഹോദരങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും തുടക്കത്തിൽ പറയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് സഹോദരങ്ങളെ നമുക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരാണ്. ചിലപ്പോൾ വായിലിട്ടിട്ടായിരിക്കും ബിസ്മി പറയുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടായിരിക്കും ഓർമ്മ വരിക. പലപ്പോഴും സംഭവിക്കുന്നതാണ്. ബിസ്മില്ലാഹ് എന്ന് പറയേണ്ടത് തുടക്കത്തിലാണ്, ആദ്യത്തിലാണ് പറയേണ്ടത്. രണ്ടാമത്തെ മസ്അല, സമ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, അഥവാ ബിസ്മില്ല എന്ന് പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പ്രയോഗമാണ്. അവിടുന്ന് ഒരിക്കൽ ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയായിരുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് കുട്ടിയാണല്ലോ, ആളുകൾ ഒരുമിച്ച് ഒരു പാത്രത്തിലായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത് പോലെ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ് ഈ വാക്കുകൾ, യാ ഗുലാം, ഓ മോനെ, സമ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം നീ ഉച്ചരിക്കുക, അഥവാ ബിസ്മില്ലാഹ്. വകുൽ ബിയമീനിക, മോനെ നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, യാ ഗുലാം ഇദാ അകൽത ഫഖുൽ ബിസ്മില്ലാ, നേരെ ബിസ്മില്ലാ എന്ന് തന്നെ പറയാൻ വന്നിട്ടുണ്ട്. ഒരു റിവായത്തിൽ സമ്മില്ല എന്നാണ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്നാണ്. വേറൊരു ഹദീസിൽ, വേറൊരു റിവായത്തിൽ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മില്ലാ ആ ലഫ്ള് തന്നെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സഹോദരങ്ങളെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിയാദത്ത് പാടുണ്ടോ? ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് സിയാദത്ത് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ്. ബിസ്മില്ലാഹ് എന്നതിനേക്കാൾ അധികരിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതല്ലെങ്കിൽ അതുപോലെയുള്ള വല്ലതും അധികരിപ്പിക്കുക എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതായി കാണാം. അത് വല്ലാഹു അലം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. ബിസ്മില്ല എന്നത് മാത്രമാണ് വന്ന ഹദീസുകളിലൊക്കെ ഉള്ളത്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അകല അഹദുകും തആമൻ ഫൽയഖുൽ ബിസ്മില്ലാഹ്, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഹദീസുകളിലൊക്കെ കൂടുതലും ബിസ്മില്ലാഹ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അതാണ് സഹോദരങ്ങളെ നമ്മൾ പാലിക്കേണ്ടത്. മൂന്നാമത്തെ മസ്അല, വകുൽ ബിയമീനിക, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അപ്പോൾ ഇടത് കൈ കൊണ്ട് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅകുലു ബിശ്ശിമാൽ, ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത്, നിങ്ങൾ ഭക്ഷിക്കരുത്. തിന്നലായാലും കുടിക്കലായാലും ഒക്കെ അതിൽ പെട്ടു. ഇടത് കൈ കൊണ്ട് പാടില്ല എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഫഇന്ന ശൈത്താന യഅകുലു ബിശ്ശിമാൽ,
തീർച്ചയായും പിശാച് ഇടത് കൈ കൊണ്ടാണ് ഭക്ഷിക്കാറുള്ളത്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന ഹദീസാണ്. അപ്പോൾ ഇടത് കൈ കൊണ്ട് സഹോദരങ്ങളെ ഭക്ഷിക്കുക എന്നത് പാടില്ലാത്തതാണ്. പലപ്പോഴും ആളുകൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കേണ്ടി വന്നാൽ ഇടത് കൈ കൊണ്ട് തന്നെ കുടിക്കുന്നതായി കാണാം. ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതായി കാണാം. ചോദിച്ചാൽ ഗ്ലാസ്സിന് കച്ചറ പിടിക്കൂലേ എന്നാണ്. ചോറിൻ്റെയും കറിയുടെയും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വറ്റ് ഗ്ലാസിൻ്റെ മുകളിൽ ആവുകയില്ലേ, അതൊരു സ്റ്റാൻഡേർഡ് അല്ലല്ലോ എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇടയിൽ വെള്ളം കുടിക്കേണ്ടി വന്നാലും വലത് കൈ കൊണ്ട് കുടിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പന പാലിക്കാൻ നമുക്ക് സാധിക്കും. പിശാചിനോട് സാദൃശ്യപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പാത്രം എന്തായാലും അതേപോലെ വേറെ ആൾക്ക് എടുത്തു കൊടുക്കൂലല്ലോ, കഴുകിയിട്ടേ കൊടുക്കുള്ളൂ. അപ്പം ആ ഒരു പ്രയാസം, ആ ഒരു ആവലാതി നമുക്ക് വേണ്ടതില്ല. നമ്മൾ കുടിച്ച ഗ്ലാസും പ്ലേറ്റും ഒക്കെ കഴുകിയിട്ടേ വേറെ ആൾക്ക് കൊടുക്കുകയുള്ളൂ. ഇനി ഡിസ്പോസിബിൾ ഗ്ലാസ് വരെ ആളുകൾ എടുത്ത് കൈകൊണ്ട് കുടിക്കും. അതെന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതെന്തായാലും ഒഴിവാക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. വേറെ ചില ആളുകൾ ചില തരികിട പരിപാടികളാണ് പറയാറുള്ളത്. ഇടത് കൈ കൊണ്ട് പിടിക്കുക, എന്നിട്ട് വലത്തേ കൈനെ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുക. കാണുന്ന എല്ലാവർക്കും തിരിയും ഇടത്തേ കൈ കൊണ്ടാണ് കുടിക്കുന്നത്. ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വായിലേക്ക് വെക്കുന്നതൊക്കെ ഇടത് കൈയാണ്. പേരിന് വലത് കൈ ഇങ്ങനെ വെച്ചാൽ മതി. ഇതാര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർത്തമാനം അവിടെ ഇല്ല. സമിഅനാ വഅതഅന. ഏത് ഭൗതിക കാര്യങ്ങൾ അതിൻ്റെ പേരിൽ നമ്മൾ എടുത്തു നോക്കിയാലും അതൊന്നും ഒരു കാരണമായി പറയാൻ പറ്റുന്നതല്ല. നേരത്തെ പറഞ്ഞ കാരണം പോലെ ഗ്ലാസ്സിൽ ഭക്ഷണത്തിൻ്റെ വറ്റാവൂലേ, കഴുകാലോ. ഇനി അതല്ലാത്ത ഒഴിവാക്കേണ്ട ഗ്ലാസ് ആണെങ്കിൽ അത് ഒഴിവാക്കാലോ, പ്രശ്നമില്ലല്ലോ. അതേപോലെ തന്നെയല്ലേ സഹോദരങ്ങളെ പ്ലേറ്റും. അതുമേലെ ഈ പറഞ്ഞ കുഴക്കലും തിന്നലും ഒക്കെ നടക്കുന്നില്ലേ, ഒക്കെ നമ്മൾ വലത്തേ കൈയോടെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ രൂപത്തിലുള്ള ന്യായങ്ങൾ, അതല്ലെങ്കിൽ എളുപ്പപ്പണി, തരികിട പരിപാടി, അതിന് നമ്മൾ നിൽക്കരുത്. ഒന്നല്ലെങ്കിൽ വലത് കൈ കൊണ്ട് എടുത്ത് കുടിക്കുക, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ, ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കരുത് എന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കൽപ്പനയും വിലക്കും ഒരുപോലെ വന്ന വിഷയമാണത്. കൽപ്പനയും വിലക്കും ഒരുപോലെ വന്ന വിഷയമാണത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ, ഉമ്മമാർ, അതല്ലെങ്കിൽ പ്രായമുള്ള വല്യമ്മമാരാണ് ഇടത്തെ കൈൻ്റെ സ്ഥിരം ആളുകൾ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. വലത്തെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, അതിൻ്റെ പ്രയാസത്തിലായിരിക്കും. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് കൊടുക്കും, തൽക്കാലം ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അത് സ്ഥിരമാവും. സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, വലത്തെ കൈ കൊണ്ട് മാത്രമേ ഭക്ഷിപ്പിക്കാനും കുടിപ്പിക്കാനും പാടുള്ളൂ എന്നത് പ്രത്യേകം നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം. അവർ വിചാരിക്കും ഇത് ഒരിക്കലല്ലേ, രണ്ടു വട്ടല്ലേ. ഇതാണ് സഹോദരങ്ങളെ പലപ്പോഴും അല്ലാഹു അലം ചെറിയ മക്കൾ നമ്മൾ നോക്കിയാൽ കാണാം, അവരെടുത്തേ കൈ കൊണ്ടേ ഭക്ഷിക്കുള്ളൂ. ചെറിയ കുട്ടികൾ മിക്ക സമയത്തും ഇടത് കൈ കൊണ്ട് മാത്രമാണ് ഭക്ഷിക്കാറുള്ളത്. പറഞ്ഞു 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 പറഞ്ഞ് ആണ് അവർ അത് ശരിയാക്കാറുള്ളത്. എന്നാൽ വലത് കൈ കൊണ്ട് നിങ്ങൾ സ്ഥിരമായി കൊടുത്തു നോക്കൂ, ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവുമില്ലാതെ, ഒരുപാട് കാലം താമസിക്കാതെ കുട്ടികൾ വേഗത്തിൽ വലത് കൈ കൊണ്ട് ഭക്ഷിക്കും. അവർക്ക് കൊടുക്കുന്നതും അവർ കാണുന്നതും വലത് കൈയായാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകും. ഇത് ഏത് കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഇതൊരു വലത് കൈ മാത്രമല്ല, ഏത് കാര്യവും കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ഇനി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് നമ്മൾ വേറെ രീതിയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തതല്ല അവരെടുക്കുക. ഏതെടുക്കുക? അവർ കാണുന്നതാണ് എടുക്കുക. നമ്മൾ ചിലപ്പോൾ വലത്തേ കൈയോട് തിന്നാൻ പറയുണ്ടാവും, പക്ഷെ നമ്മൾ കൊടുക്കൽ ഇടത്തേ കൈയോടായിരിക്കും. കുട്ടികൾ അതേ പഠിക്കുള്ളൂ. കുട്ടികൾ അത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വകുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് ഭക്ഷിക്കുക.
നാലാമത്തെ കാര്യം വകുൽ മിമ്മ യലീക. വകുൽ മിമ്മ യലീക, ഇത് നേരത്തെ ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു എന്ന കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. ബിസ്മില്ലാ എന്ന് പറയുക, എന്നിട്ട് നിന്റെ അടുത്ത് നിന്ന് ഭക്ഷിക്കുക, നിന്റെ മുന്നിൽ നിന്ന് ഭക്ഷിക്കുക. സഹോദരങ്ങളെ, നാലാമത്തെ മസ്അല വകുൽ മിമ്മ യലീക്, നിന്റെ അടുത്ത് നിന്ന്, നിന്റെ മുന്നിൽ നിന്ന് ഭക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു എന്ന കുട്ടിയോട് പറഞ്ഞതാണിത്. യാ ഗുലാം സമ്മില്ലാ വകുൽ ബിയമീനിക് വകുൽ മിമ്മ യലീക്. ബിസ്മില്ലാ എന്ന് പറയുക, വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക, നിന്റെ അടുത്ത് നിന്ന് നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടി അങ്ങനെ ഭക്ഷിക്കരുത് എന്നതാണ്. ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം തന്നെ വിശദീകരിച്ചതായി കാണാം. ഈ പറഞ്ഞതിൽ വിശദീകരണമുണ്ട്. ഒരു ഭക്ഷണത്തളികയിൽ ഒന്നിലധികം ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരേ ജിൻസിൽപ്പെട്ട ഭക്ഷണമാണ് എന്ന് വിചാരിക്കുക. ഒരു പാത്രത്തിൽ ചോറാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ ഒരേ ജിൻസിൽപ്പെട്ട ഭക്ഷണമാണ്, ആ പ്ലേറ്റിൽ ഒറ്റൊരു സംഗതി മാത്രമേ ഉള്ളൂ. എന്തായാലും അത് ഒന്ന് മാത്രം, ഈത്തപ്പഴമായാലും പത്തിരി ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തായാലും ആ ഒരു ഭക്ഷണം മാത്രമേ ആ പാത്രത്തിലുള്ളൂ എങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈ നീട്ടരുത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അടുത്തുള്ളത് എടുക്കുക. അപ്പുറത്തുനിന്നും കഷ്ണം എടുത്ത് ഇപ്പുറത്തുനിന്നും കഷ്ണം എടുത്ത് ഇങ്ങനെ എടുക്കരുത്. ഇനി ഒന്നിലധികം വിഭവങ്ങളുള്ള ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു തളികയാണെന്ന് വിചാരിക്കുക. ഒരുപാട് വിഭവങ്ങളുണ്ട്, ഒരൊറ്റ പാത്രത്തിലാണ് കൊണ്ടുവച്ചത്. അപ്പം നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് ചിലപ്പോൾ അപ്പുറത്തേക്ക് ഉണ്ടാവും. അത് അവിടുന്ന് ഇവിടുന്നും എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. മനസ്സിലായോ? അത് അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പുറത്തും ഇപ്പുറത്തും എടുക്കാം, ഭക്ഷിക്കാം. നമുക്ക് ശരീഅത്ത് എല്ലാ കാര്യവും ചെറിയ, നമ്മുടെ കണ്ണിൽ വളരെ ചെറുതാണ് എന്ന് തോന്നുന്ന മസ്അല വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരേ ഭക്ഷണമാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എടുക്കരുത്. ഒന്നിലധികം വിഭവങ്ങളുള്ള തളികയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും എടുക്കാം. വളരെ മനോഹരമായ ആദാബാണ്, മര്യാദകളാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ മസ്അല ഫഇദാ ഫറഗ്ത ഫൽഅഖ് അസാബിഅക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരൽ വൃത്തിയാക്കുക, നാവ് കൊണ്ട് വൃത്തിയാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതാണ്. ഇദാ അകല അഹദുക്കും ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹാ ഔ യുൽഇഖഹാ. നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഒന്നല്ലെങ്കിൽ അയാൾ സ്വന്തം വൃത്തിയാക്കുന്നത് വരെ, അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുന്നത് വരെ കഴുകിക്കളയരുത്, തുടച്ചു കളയരുത്. ഇത് ഭക്ഷണ മര്യാദയിൽപ്പെട്ട കാര്യമാണ്. അവിടെ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരദബിൽപ്പെട്ടതാണ് ഇതിങ്ങനെ നാവ് കൊണ്ട് വൃത്തിയാക്കുമ്പോൾ ശബ്ദകോലാഹലങ്ങൾ വരരുത്, ശബ്ദം ഉണ്ടാക്കരുത്. അതൊരു അദബിൽപ്പെട്ടതല്ല, നല്ല ഒരു രീതിയല്ല. മറിച്ച് വളരെ മാന്യമായി ചെയ്യാൻ ശ്രദ്ധിക്കണം. ചില ആളുകൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു അദബ്, മര്യാദ എന്നത് അങ്ങനെയാണ്. അതുപോലെ ഹദീസിൽ വന്ന പ്രയോഗം ഒന്നല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്യുക, അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മറ്റൊരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരൽ നാവ് കൊണ്ട് വൃത്തിയാക്കാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ, അതല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ, അല്ലെങ്കിൽ മക്കൾ, അതായിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേറെ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാത്തതിൻ്റെ പേരിൽ സുന്നത്തിനെ എതിർത്തൊന്നും പറയരുത്. അവിടെ ഓരോരുത്തരുടെയും താല്പര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ അവർ തയ്യാറായേക്കാം, അൽഹംദുലില്ലാ. അതല്ലാതെ നിർബന്ധിച്ച ആളെ പ്രയാസപ്പെടുത്തരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സുന്നത്ത് എന്നത് ആ സുന്നത്ത് ചെയ്യാൻ ഒരു അതിക്രമം ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ആറാമത്തെ മസ്അല വഖുൽ അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. ഇത് സഹോദരങ്ങളെ വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ എന്നത് കലിമതു കുല്ലി ഷാക്കിർ, നന്ദിയുള്ള ഓരോ അടിമയുടെയും വാക്കാണ്. അല്ലാഹു തആല ഈ കുടിപ്പിച്ച ഭക്ഷിപ്പിച്ച മഹത്തരമായ ഭക്ഷണം അത് ഒരു പ്രയാസമില്ലാതെ ഇറങ്ങിച്ചെന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് അത് കഴിക്കാൻ സാധിച്ചാൽ, സ്വാദിഷ്ടമായ ഭക്ഷണം അത് കഴിക്കാൻ സാധിച്ചു, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിന് സ്തുതി പറയണം. പൈസ ഉണ്ടായിട്ട്, സമ്പത്ത് ഉണ്ടായിട്ട്, ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇനി ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഭക്ഷണം ഇല്ലാത്ത, കിട്ടാത്ത, അതിന് യാതൊരു വകുപ്പുമില്ലാത്ത ആളുകളുണ്ട്. ക്യാമ്പുകളിലും മറ്റും താമസിക്കുന്ന, കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മൾ അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, അറിയും ചിലപ്പോൾ മറന്നുപോകും. നമ്മൾ അൽഹംദുലില്ലാ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വാങ്ങാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനും കുടുംബവുമായി കഴിക്കാനും അവരെ ഭക്ഷിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് അത് വലിയ നിഅമത്താണത്. അൽഹംദുലില്ലാ എന്നെങ്കിലും ചുരുങ്ങിയത് പറയാൻ നമ്മൾ മറക്കരുത്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലദി അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ. ഇത് വളരെ മഹത്തരമായ ഒരു പ്രാർത്ഥനയാണ്, ഒരു ഹംദിൻ്റെ വാക്കുകളാണ്. അഥവാ ഏതൊരുവനാണോ എനിക്ക് ഭക്ഷണം നൽകിയത്, എന്നെ കുടിപ്പിച്ചത്, എന്നിട്ടത് എൻ്റെ തൊണ്ടയിലൂടെ ഇറക്കിയത്, ഒരു പ്രയാസവുമില്ലാതെ കുടലിലേക്ക്, വയറ്റിലേക്ക് അത് ഇറങ്ങി, എന്നിട്ടതിന് ആവശ്യമുള്ളത് എടുത്തിട്ട് പുറത്തേക്ക് പോകാനുള്ള സ്ഥലവും അങ്ങനെ പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവന് സർവസ്തുതി. അത് തിന്നാനും അത് ഇറങ്ങാനും എന്നിട്ട് ആവശ്യമുള്ളത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനും ഒക്കെ അല്ലാഹു തആല സംവിധാനമുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിക്റുകൾ സഹോദരങ്ങളെ പറയാൻ നമ്മൾ മറന്നു പോകരുത്. ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാത്ത വേറെയും ധാരാളം പ്രാർത്ഥനകളുണ്ട്, വേറെയും ധാരാളം ഇതുപോലെയുള്ള സ്തുതി വാക്കുകളുണ്ട്. അതുപോലെ ഭക്ഷണ മര്യാദയിൽപ്പെട്ടതാണ് പരമാവധി ഇരുന്നു കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അതുപോലെ ചാർന്നിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളോട് ഓരോരുത്തരോടും ആവശ്യത്തിൽ കവിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് ഭക്ഷണ മര്യാദയിൽപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണ മര്യാദ എന്നത് ഒന്ന് ഭക്ഷണത്തിൻ്റെ മുമ്പാണ്, അഥവാ ബിസ്മില്ല എന്ന് പറയൽ. രണ്ടാമത്തത് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ്, അഥവാ വലത് കൈകൊണ്ട് അടുത്ത് നിന്ന്. പിന്നെ ഭക്ഷണത്തിന് ശേഷമാണ്, അഥവാ അൽഹംദുലില്ലാ എന്ന് പറയുക, വിരൽ വൃത്തിയാക്കുക. അതുപോലെ ബിസ്മില്ല എന്നത് ഒരാൾ മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. ഒരാൾ തുടക്കത്തിൽ മറന്നുപോയി എങ്കിൽ ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ മര്യാദകൾ പാലിച്ച് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.